നമസ്കാരം. ഓണക്കാലമായിരിക്കുകയാണ്. ഓണക്കാലത്ത് ഒഴിച്ചുകൂടാനാകാത്തൊരു സംഗതിയാണ് പൂക്കളം. അതായത് അത്തം മുതൽ 10 നാൾ തിരുവോണം വരെ നമ്മൾ പൂക്കൾ ഇടാറുണ്ട്. ഇതിന് നമ്മുടെ നാട്ടിൽ ഇത് ഇപ്പോൾ സാധാരണഗതിയിൽ പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നത് തോവാള പോലെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൂക്കളുടെ കാര്യത്തിൽ നമ്മളുടെ നാടും സ്വയം പര്യാപ്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പലയിടത്തും ഇപ്പോൾ പൂപ്പാടങ്ങളുണ്ട്, പൂക്കൃഷിയുണ്ട്. അതുപോലെ ഒരു പൂപ്പാടത്താണ് നമ്മുടെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്ന ഒരു പൂപ്പാടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. കോട്ടയം ജില്ലയിലെ കൂരോപ്പടയിൽ ആണ് ഈ സ്ഥലം. കൂരോപ്പട പഞ്ചായത്തിലെ 9-ാം വാർഡ്. ആ വാർഡിലെ ഈ സ്ഥലത്ത് ഇതൊരു കുന്നും പ്രദേശമാണ്. ഇവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ 2 തരം ചെണ്ടുമല്ലി അവർ കൃഷി ചെയ്തിരിക്കുന്നുണ്ട്. മഞ്ഞയുണ്ട്, അതുപോലെ ഓറഞ്ച്. ഇങ്ങനെ ഈ 2 നിറത്തിലുള്ള കൃഷികൾ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവർ പച്ചക്കറി കൃഷി ഓണം പ്രമാണിച്ച് ഓണത്തെ വരവേൽക്കാനുള്ള പച്ചക്കറി കൃഷിയും ചെറിയ രീതിയിൽ നടത്തുന്നുണ്ട്. പച്ചമുളകുണ്ട്, അതുപോലെ തക്കാളിക്കായുണ്ട്. അങ്ങനെയുള്ള കൃഷികൾ ജൈവ കൃഷിയാണ്, അതും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവരുടെ കുടുംബശ്രീ ചേച്ചിമാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, കഷ്ടപ്പെടുന്നതൊക്കെ. അവരാണ് ഈ കൃഷി ഇറക്കിയത്. പച്ചക്കറി ആയാലും പൂക്കൃഷി ആയാലും കൃഷി ഇറക്കിയിരിക്കുന്നത് കുടുംബശ്രീ ചേച്ചിമാരാണ്. അവരുടെ കന്നി സംരംഭമാണിത്. അവർ ഇത്തവണ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. വരും വർഷങ്ങളിൽ അവരത് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് അവരുടെ പൂക്കൃഷിയുടെ വിശേഷങ്ങളും പച്ചക്കറി കൃഷിയുടെ വിശേഷങ്ങളും കണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ കൂടെ CDS മെമ്പർ ഷേർലി സുശീലൻ ചേച്ചിയുണ്ട്. നമുക്ക് ചേച്ചിയുടെ കൂടെ തന്നെ ചേച്ചിയുടെ സഹപ്രവർത്തകരായിട്ടുള്ള കുടുംബശ്രീ അംഗങ്ങളുമുണ്ട്. നമുക്ക് അവരെ ഓരോരുത്തരെയായിട്ട് ചേച്ചി ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിയട്ടെ. ഇത് നമ്മുടെ കൂരപ്പട പഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ പേര് ശ്രീമതി അന്നമ്മ ഉലഹന്നെ, വാർഡ് 8 ആണ് താമസിക്കുന്നത്. ഇത് നമ്മുടെ കുടുംബശ്രീയുടെ അക്കൗണ്ടന്റ്, പേര് ജയന്തി, പള്ളിക്കത്തോട്ടി താമസിക്കുന്നു. ഇത് നമ്മുടെ 9-ാം വാർഡിന്റെ തന്നെ സംരംഭയാണ്. ഞങ്ങള് സംയുക്തമായിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. ഇത് നമ്മുടെ ME-യുടെ RP ആണ്, ജില്ലാ മിഷന്റെ. പേര് പ്രിയ, പ്ലാക്കാട്ടൂര് താമസിക്കുന്നു. ഇത് സന്ധ്യയുടെ മോള്, ക്രോസ് റോഡ് പഠിക്കുന്നു, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചേച്ചി ഈ വർഷമാണോ നമ്മൾ ഈ പൂക്കൃഷി തുടങ്ങിയത്? ഈ വർഷം ഇത്തവണ അങ്ങനെ തുടങ്ങിയേക്കാന്ന് കരുതിയത്? അതായത് കുടുംബശ്രീ ജില്ലാ മിഷനും പിന്നെ നമ്മുടെ കൃഷി വകുപ്പും ഒക്കെ കൂടി ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങാൻ ആദ്യമേ നമ്മുടെ കുടുംബശ്രീ ഓഫീസിൽ വെച്ച് കുടുംബശ്രീയുടെ ഇതിൽ തുടങ്ങാൻ വേണ്ടിയാണ് അവർ ചോദിച്ചു, ഒരു പൂക്കൃഷി നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ വന്നപ്പോഴത്തേനും ഞങ്ങൾ കൃഷി ഓഫീസറുമായിട്ട് ചോദിച്ചു. അപ്പോൾ കൃഷി ഓഫീസറും നമുക്ക് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേനും നമ്മൾ ഇതിനുള്ള ഈ സ്ഥലത്തിന് ഞങ്ങൾക്ക് പാട്ടമൊന്നും കൊടുക്കണ്ട, നമുക്ക് ഈ സ്ഥലമുണ്ട്. ഇത്രയും നല്ല തെളിഞ്ഞ പ്രദേശം കിട്ടിയപ്പോഴത്തേന് തൊഴിലുറപ്പ് പ്രവർത്തകരെ ഉൾപ്പെടുത്തി അവർ സേവനമായിരുന്നു, കൂലിക്കല്ലായിരുന്നു, സേവനമായിട്ട് ഇവിടെ തെളിച്ച് വൃത്തിയാക്കി തന്നു. പിന്നെ ഈ തടം എടുപ്പിച്ച് അത് ഞങ്ങൾ ഒരു ദിവസം പണിക്കാരെ നിർത്തി. പിന്നെ നമ്മുടെ ചേട്ടനും നമ്മളെ ആൾക്കാരെല്ലാം കൂടി നമ്മൾ ഈ തടമൊക്കെ എടുത്ത് നമുക്ക് കൃഷിഭവൻ കുറച്ച് തൈ തന്നു. നമ്മുടെ ജില്ലാ മിഷൻ്റെ ഇതിൽ നമുക്ക് CDSന്റെ ഫണ്ടിൽ നിന്ന് കുറച്ച് തൈ എടുക്കാൻ പറ്റി. കുറച്ച് തൈ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി. അങ്ങനെയാണ് ഈ തൈ. ഏത് മാസമാണ് നമ്മൾ കൃഷി ഇറക്കിയത്? ജൂലൈ 13-ാം തീയതി. ജൂലൈ 13-ന് ഇറക്കി. എത്ര മൂടുണ്ടായിരുന്നു നമ്മൾ ഇത് ഈ ചെടി? 1800 മൂട് ആണ്. 1800 തൈയാണ് നമ്മൾ വാങ്ങിയത്. നട്ടപ്പം ഒരു ശകലമൊക്കെ നമുക്ക് മിസ്സായി പോകുമല്ലോ, അങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഓണക്കാലത്തെ ഒരു കാഴ്ചയുടെ ഒരു ഗുമ്മിന് വേണ്ടിയിട്ടാണോ അതോ ഒരു വരുമാനം എന്ന നിലയ്ക്ക് കൂടിയാണോ ഇങ്ങനെ ചെയ്തത്? ഞങ്ങള് രണ്ടും അതിൽ കണ്ടു. ഒരു രസമുണ്ട്, കണ്ണിന് കാണാനൊക്കെ ഒരു രസമുണ്ട്, ഞങ്ങൾക്ക് ഒരു വരുമാനമുണ്ട്. അത് ശരി. അപ്പോൾ ഈ പൂക്കൾ എന്ത് വിലയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ 2 നിറത്തുണ്ട്. ഇത് മറ്റേ ചെണ്ടുമല്ലി അല്ലേ? ചെണ്ടുമല്ലി 2 നിറമുണ്ടല്ലേ? 2 നിറമല്ലേ ഉള്ളത്? മഞ്ഞയും ഓറഞ്ചും ആണ്. ഇത് എന്ത് വിലയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പൂവ്? നമ്മളിപ്പം മാർക്കറ്റിൽ നിന്ന് പൂ മേടിക്കുന്നവർക്ക് കിട്ടുന്നതിലും കിലോയിൽ ഒരു 20 രൂപയെങ്കിലും താത്ത് കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പം നമുക്ക് മിനിമം ഇത്ര പൂ മേടിക്കണം എന്ന് ഇപ്പോൾ 1/2 കിലോ അല്ലെ 1 കിലോ അല്ലെ ഇത്ര എണ്ണം ആണെങ്കിൽ ഇത്ര എണ്ണം മിനിമം മേടിക്കണം എന്നുണ്ടോ? അങ്ങനെയില്ല, എത്ര ആവശ്യപ്പെടുന്നോ ആണ്. ഇനി ഒരു പൂവാണ് ഒരാൾ വന്ന് ചോദിക്കുന്നെങ്കിലും ആ പൂവിന്റെ തൂക്കം അനുസരിച്ചുള്ള വില. പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തന്നെ ചേച്ചി കൊടുക്കും. അതാണ്. അപ്പം ഈ പൂക്കളെ ഓർഡർ വന്നോ? ഇപ്പം നമുക്ക് ഈ ഓണക്കാലത്തിനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. പിന്നെ സ്കൂളുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്കൂളുകാരോടും പിന്നെ നമ്മുടെ കുരപ്പട പഞ്ചായത്തിലുള്ള എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും കൃഷി ഓഫീസറോടും നമ്മുടെ പ്രസിഡന്റിനോടും അറിയിപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്കൂളുകളിലും ഒക്കെ. അപ്പം എല്ലാ വാർഡ് മെമ്പർമാരോടും പറഞ്ഞിട്ടുണ്ട്. ആ വാർഡുകളിലെ അംഗനവാടികളെ, സ്കൂളുകളെ, ക്ലബ്ബുകളെ അവരൊക്കെ നടത്തുന്ന പരിപാടിയിൽ നമ്മുടെ കുരപ്പടയിൽ ഇങ്ങനൊരു സംരംഭമുണ്ട്. അപ്പം നമ്മളോട് പൂക്കൾ മേടിക്കണമെന്നുള്ള ഒരുപാട് ഓർഡറുകൾ വന്നാൽ കൊടുക്കാൻ മാത്രം ഉണ്ടോ? നമുക്ക് നമ്മളെന്തായാലും ഈ ഓർഡർ അനുസരിച്ച് ഉള്ളതുകൊണ്ട് തീരുന്നിടം വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് എത്ര സെന്റ് സ്ഥലത്താണ് ഈ കൃഷി ഒരുക്കിയിരിക്കുന്ന ഇത്തവണ? ഒരു 1/2 ഏക്കറിനടുത്തുള്ള 1/2 ഏക്കറിനടുത്ത് ഒരുക്കിയിട്ടുണ്ട്. കാണാനൊക്കെ ആളുകൾ വരുന്നുണ്ടോ? ഉണ്ട്. ഈ ഇത്തവണ തുടങ്ങിയിട്ടും ആളുകൾ ഇതിനോടൊക്കെ ഈ പത്രത്തിലൊക്കെ അറിഞ്ഞ് വരുന്നുണ്ടായിരിക്കും അല്ലേ? പത്രത്തിൽ കണ്ടു. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് അറിയുമല്ലോ. അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ ഹെൽത്തിലെ സിസ്റ്റർമാരൊക്കെ വന്നു. ഇന്നലെ ഒരു സിസ്റ്റർ ഫാമിലി ആയിട്ട് വന്നു, ഫോട്ടോ എടുത്തു. പിന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്ന്. ഇവിടെ അടുത്തെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു നല്ല പൂപ്പാടം ഇല്ലല്ലേ? ഇല്ല. അടുത്ത തവണത്തേക്ക് കൂടുതൽ പൂക്കൾ കൃഷി ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? നമ്മൾ വാടാമുല്ലയും കൂടെ കുറച്ച് ഭാഗത്തൊരു വാടാമുല്ലയും കൂടെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തവണ പെട്ടെന്നായതുകൊണ്ടായിരിക്കും അല്ലേ? അതായത് ഒരു 2 ദിവസത്തെ ഒരു നിർദ്ദേശവും ഒരു കണക്കൂട്ടലും പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ്. ജില്ലാ മിഷനിൽ നിന്ന് ഇങ്ങനെ വന്ന് ചെയർപേഴ്സണോട് ഒരു ഇത് ചെയ്യണം നമ്മുടെ പഞ്ചായത്തിൽ എന്നൊരു ആവശ്യം വന്നപ്പോഴത്തേന് ചെയർപേഴ്സൺ ഉടനെ തന്നെ ഞങ്ങൾക്ക് കമ്മിറ്റി ആയിരുന്നു, ഞാനവിടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു. അപ്പം തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൂക്കൃഷിയല്ലേ, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ്. ചെയ്യ്, നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞങ്ങളുടെ മെമ്പറോട് ചോദിച്ചു, മെമ്പറും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളെ കൃഷിഭവനെ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ ഇതിൻ്റെ RP അല്ലേ സോഫിയ, അഗ്രി CRP ഉണ്ട് പഞ്ചായത്തിൽ. അന്നേരം അഗ്രി CRP ആയിട്ട് അന്നേരം തന്നെ ഞങ്ങൾ കൃഷിഭവനിൽ ചെന്നു. കൃഷിഭവനിൽ ചെന്നപ്പം കൃഷി ഓഫീസർ പൂർണ്ണ പിന്തുണ എന്ന് പറഞ്ഞാൽ മൊത്തം എന്ന പോലെയുള്ള സപ്പോർട്ടുകൾ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേന് ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ തെളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പം നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സമയമൊന്നും കിട്ടത്തില്ല. 2 ദിവസം കൊണ്ടൊന്നും മസ്റ്ററോളൊക്കെ ആയി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ താമസമുള്ളതുകൊണ്ട് ഞങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങൾ വന്ന് സഹായിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ കുറേ പേരുണ്ട്, 25 ആൾക്കാരുണ്ട്. അവർ 2 ദിവസം വന്ന് പെട്ടെന്ന് ഇത് തെളിച്ച് തരാനായിട്ട് കിളച്ചൊരുക്കാനും ഞങ്ങളെ സഹായിച്ചു. അപ്പം ആ ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഇത്രയും ഒരുക്കിയെടുത്തത്. മണ്ണൊരുക്കിയതും കണ്ടെത്തിയതും പെട്ടെന്ന് ചെയ്യുമായിരുന്നു. എന്താ ഇതിന് വളപ്രയോഗം നടത്തിയത്? നമ്മൾ ആദ്യം സ്ഥലം കിളച്ചൊരുക്കി കുമ്മായ 1 സെന്റിന് 2 കിലോ 1.2 കിലോയില് കുമ്മായം ചേർത്തു. അത് കഴിഞ്ഞ് ഉണക്കച്ചാണകം ഇട്ടിട്ട് തൈ വെച്ചു 2 അടി അകലത്തില്. പക്ഷെ നമ്മൾ വെച്ചപ്പോൾ ഇച്ചിരി അടുത്ത് പോയി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പം പച്ചച്ചാണകം 10 ലിറ്റർ വെള്ളത്തിന് 1 കിലോ പച്ചച്ചാണകം എന്നിട്ട് കലക്കി തലേ ദിവസം വെക്കുക. പിറ്റേ ദിവസം തെളിയെടുത്ത് ഇതിന്റെ തണ്ടിൽ മുട്ടാതെ അകലത്തി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആഴ്ചയിൽ 1 ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്തത് ഇടയ്ക്ക് നമ്മുടെ ചെടി വാട്ടരോഗം വന്നപ്പം റോഗർ എന്ന് പറഞ്ഞൊരു മരുന്ന് 1 ലിറ്റർ വെള്ളത്തില് 1 ml സ്പ്രേ ചെയ്തു ചോട്ടിലും തളിച്ചു കൊടുത്തു. പിന്നെ നമ്മള് 19 അത് 1 ലിറ്റർ വെള്ളത്തില് 10 ലിറ്ററിന് 20 ഗ്രാം എന്ന തോതില് അത് ഇലയിൽ ആഴ്ചയിൽ 1 വെച്ച് സ്പ്രേ ചെയ്തു കൊടുത്തു. അപ്പൊ അത്യാവശ്യം പരിപാലനത്തിന് ചെലവുണ്ട്, ചെലവും സമയവും ഒക്കെ വേണം. ആരായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ ഇപ്പൊ എല്ലാ ദിവസവും വന്ന് അന്വേഷിക്കുക? എല്ലാരും വരുമോ അതോ ഓരോരുത്തരും വരും? രാവിലെയും വൈകിട്ടും വന്ന് നോക്കുമോ അതോ? ഇല്ല, ഞങ്ങള് വന്നാ ഇവിടെ കുറെ സമയം ചെലവഴിക്കും. നമുക്ക് പണിയുണ്ട്. എല്ലാത്തിനും ചോട്ടി വളം ഇട്ട് കൊടുക്കണമല്ലോ. വളം ഒഴിക്കുമ്പോഴും ചോട്ടിൽ എല്ലാവർക്കും ഒഴിക്കണം. സ്പ്രേ ചെയ്താലും എല്ലായിടത്തും ഒഴിക്കണം. അപ്പൊ കുറെ സമയം നമുക്ക് ഇവിടെ ചെലവഴിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ കർഷകൻ ജോയി വാക്കേല് തൈ തന്നയാളാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പറയുന്ന അനുസരിച്ചും കൃഷി ഓഫീസറോടും ചോദിച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്തത്. ഇപ്പൊ നമ്മുടെ ജില്ലാ മിഷനും കുടുംബശ്രീയും കൃഷിഭവനും സംയുക്തമായിട്ട് നമ്മുടെ ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലും ഈ കൃഷി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും നാൾ ഈ ഓണക്കാലം വരുമ്പോൾ പൂക്കളിടാനും ഒക്കെ ആയിട്ട് നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും കോളേജിലാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസ് സ്റ്റോളിലൊക്കെ നമ്മൾ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കളായിരുന്നു.
അപ്പം കുടുംബശ്രീയുടെ ലക്ഷ്യം തന്നെ സ്ത്രീകളെ സ്വയം തൊഴിൽ കണ്ടെത്തി അവയെ സ്വയം പര്യാപ്തിയാക്കി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രചോദനമാണ്. അപ്പോൾ ഇതുവഴി അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം നമ്മളിപ്പം ഈ വർഷം മുതൽ എല്ലാ പഞ്ചായത്തുകളിലും ആയിട്ടുണ്ടത്. അപ്പോൾ മുന്നോട്ടും അങ്ങനെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും സാമ്പത്തികം എല്ലാം തന്നെ ജില്ലാ മിഷൻ്റെ ഭാഗത്തുനിന്നും CDSൻ്റെ ഭാഗത്തുനിന്നും കൃഷിഭവനിൽ നിന്നുണ്ട്. കോട്ടയത്ത് ഇപ്പം എത്ര പഞ്ചായത്തുകളിലുണ്ട് ഇതുപോലെ? കുറിച്ചി, കുമരകം, പാമ്പാടിയുണ്ട്. പിന്നെ മിക്ക അടുത്ത പഞ്ചായത്ത് നമ്മൾ കാണുന്നുണ്ട്. ഈ പൂക്കൃഷി നടത്തിയുള്ള ആ ഒരു അനുഭവത്തിൽ നിന്ന് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നമുക്കിപ്പോൾ അനുഭവമൊന്നുമില്ല. പൂക്കൃഷി നടത്തി ഇത് നമ്മൾ കയറി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ്. അത് നമുക്ക് ജില്ലാ മിഷനിൽ നിന്ന് 78 CDSൽ നടത്തണമെന്ന് ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിൻ പ്രകാരമാണ് ഞങ്ങൾ ഇത് ആരംഭിച്ചത്. വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ സംരംഭം തന്നെ വിജയകരമായി തീർന്നത് വളരെ സന്തോഷമുണ്ട്. ഇനി തുടർന്നും ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഓണത്തിന് ഈ പൂക്കൃഷി വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വിപുലമായിട്ട് കുടുംബശ്രീയും നമ്മുടെ കൃഷി വകുപ്പും എല്ലാം നമ്മളോട് വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ മെമ്പർമാരും, ഞങ്ങളുടെ വാർഡിൻ്റെ മെമ്പർ എല്ലാ കാര്യത്തിലും ഞങ്ങളോട് ഭയങ്കരമായിട്ട് സഹകരിക്കുന്നു. അതുപോലെ പഞ്ചായത്തിൻ്റെ ഭരണസമിതികളും എല്ലാവരും ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനമാണ് തരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ വിപുലമായിട്ട് തന്നെ അടുത്ത വർഷം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ നമുക്കിത് വിറ്റുപോകുന്ന വിപണിയാണ് ഒരു പ്രശ്നം. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇതൊക്കെ വന്നപ്പോഴത്തേന് നമുക്ക് വിപണിയൊക്കെ കിട്ടി എങ്ങനെയാണെന്ന് അറിയത്തില്ല ഈ വർഷത്തെ കച്ചവടത്തിൽ. വിപണിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത്തവണ ഇതെങ്ങനെ ആളുകൾ അവരിവിടെ വന്ന് ശേഖരിക്കുമോ അതോ നമ്മൾ കടകളിൽ കൊടുക്കാനാണോ? എങ്ങനെയാണ് നമ്മളിത് മാർക്കറ്റിംഗ് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളുകൾ, നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകൾ, അല്ലെ ക്ലബ്ബുകൾ ഒക്കെ ഉള്ളവരോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്തേരം പൂ വേണമെന്ന് പറഞ്ഞാൽ മതി. ഒരു 5 കിലോയിലൊക്കെ കൂടുതലുണ്ട് ഞങ്ങൾ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശകലമൊക്കെയാണ് നമുക്ക് കൊണ്ടുപോയി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അവർ വന്നെടുക്കട്ടെ. 5 കിലോയ്ക്ക് മേളിലാണെങ്കിൽ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിന് നല്ലൊരു സന്തോഷം, നല്ല സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ അധ്വാനം ഫലം കണ്ടത് അല്ലേ? അത് എന്ന് മാത്രമല്ല, അത് ഒരുപാട് പേര് വന്ന് ആസ്വദിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അല്ലേ? നമ്മൾ മാത്രം കണ്ടാൽ ഇതിൻ്റെ സന്തോഷമാകുമല്ലോ. ആണ് ഇതാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. സന്തോഷമുണ്ട്. കാരണം കൂടുതൽ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നു, കുട്ടികൾ കാണാൻ വരുന്നു. അവരൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുമ്പോൾ പറയുന്നത് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ഫോട്ടോ എടുത്തായിട്ടാണ് എന്നുള്ള. അപ്പൊ കൊച്ചു പിള്ളേരുടെ ആണെങ്കിലും മനസ്സിൽ ഇത്രയും ചെറിയ സ്ഥലമാണെങ്കിലും ഒരു ഊട്ടി എന്നൊരു കാഴ്ചപ്പാട് അവരുടെ താഴേന്ന് കയറി വരുമ്പോൾ തന്നെ കാണാൻ രസമുണ്ട്. നമ്മള് ഇവിടെ ഈ ഭാഗമാകുമ്പോൾ കാണാമല്ലോ, കാണാം. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് പിള്ളേരൊക്കെ വന്ന് എടുത്തിട്ട് പോകുമ്പോൾ ഭയങ്കര രസമാണ്. കുറെ പിള്ളേർ ഇങ്ങനെ സന്ധ്യ ആകുമ്പോഴത്തേന് വരും പൂക്കളുടെ പടം എടുക്കാനായിട്ട്. പതിവ് കാഴ്ചയല്ലേ? ഒരു പതിവ് കാഴ്ച. അപ്പൊ ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൃഷിയോ വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ? പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. തക്കാളിയൊക്കെ കായ്ച്ചു കിടക്കുന്നു, പച്ചമുളക്, പിന്നെ വഴുതനയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പയും ചേനയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ പറമ്പ് മൊത്തം ഇതൊരു 1 ഏക്കർ 90 സെന്റ് സ്ഥലത്തോളം ഉണ്ട്. അവരൊക്കെ ഒന്നും പാട്ടം കൊടുക്കണ്ട, ഞങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കി കൃഷി ചെയ്യുന്നു. അപ്പൊ ഇത്തവണ അവിടെ പച്ചക്കറി ഇറക്കി, പൂവ് ഇറക്കി അല്ലേ? ശരി. ഇതൊക്കെ ഓണത്തിന് ആകുമ്പോഴത്തേന് റെഡിയായി വരുമോ പച്ചക്കറിയൊക്കെ? തക്കാളിയൊക്കെ ആവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്തവണ കാലാവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു? മഴയൊക്കെ മഴയാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇല്ലായിരുന്നു. ഈ സമയത്താണ് ആയതിനു ശേഷമുള്ള ഇപ്പോഴത്തെ മഴയാണ് നമുക്ക് ദോഷമാണ് അല്ലേ? അതിനു മുമ്പ് നമുക്ക് നല്ല അനുയോജ്യമായ കാലാവസ്ഥയായിരുന്നു, ആവശ്യത്തിന് മഴ കിട്ടുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ പൂച്ചെടിയോടനുബന്ധിച്ച് പച്ചക്കറി കൃഷി നടത്തുന്നു. അതിനകത്ത് ഇപ്പോൾ തക്കാളി ഏകദേശം കായ്ച്ചിട്ടുണ്ട്, പച്ചമുളക് കായ്ച്ചിട്ടുണ്ട്. നമ്മൾ ജൈവവളം, അതായത് ചാണകപ്പൊടി ഇട്ട് നട്ടു, ചാണകം കലക്കി വെച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അത് മാത്രമേ അതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. വേറെ യാതൊരു വളങ്ങളും രാസവളങ്ങളും പ്രയോഗിക്കാത്ത പച്ചക്കറിയാണ്. അപ്പോൾ ഇത് തേടി ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ തക്കാളിക്ക് ഇപ്പം 40 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ തക്കാളിക്ക് 60 രൂപ വേണം എന്ന് അവർക്കത് ബോധ്യമായതാണെങ്കിൽ അവർ ആ 60 രൂപ തന്നെ ഈ തക്കാളിയും പച്ചമുളകും അങ്ങനെയുള്ളതൊക്കെ എടുക്കാനായിട്ട് തയ്യാറാകും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ പരിസരത്ത് താമസിക്കുന്നുമുണ്ട്. അപ്പോൾ അവരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു കാര്യം ഇവിടെ ചെയ്തത്. പൂരപ്പട പഞ്ചായത്തിലെ കുടുംബശ്രീ ചേച്ചിമാരുടെ പൂക്കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ കന്നി സംരംഭമാണ്. അവരെ നയനാനന്ദകരമായ കാഴ്ച ഒരുക്കുന്നതിനൊപ്പം തന്നെ ഒരു ചെറിയ വരുമാന മാർഗം എന്ന നിലയിൽ കൂടിയാണ് സ്ത്രീകളുടെ ഈ കൂട്ടായ്മ, കുടുംബശ്രീ കൂട്ടായ്മ ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പൂക്കൃഷിയുണ്ട്, ചെണ്ടുമല്ലിയാണുള്ളത്, 2 തരത്തിലുള്ള പൂക്കളുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, അതും ചെറിയ രീതിയിലാണുള്ളത്. ഇതെല്ലാം ഈ ഓണക്കാലത്തെ വരവേൽക്കാൻ, ഓണക്കാലത്ത് തന്നാൽ കഴിയുന്ന വിധം സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യ കൃഷിയിൽ തന്നെ അവർ വിജയം കൈവരിച്ചിരിക്കുകയാണ്. നല്ല പൂക്കളാൽ
നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടവും ഒരു പൂപ്പാടവും നല്ലൊരു ചെറിയൊരു കൃഷിത്തോട്ടവും പച്ചക്കറി കൃഷിത്തോട്ടവും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് പൂക്കളമിടാൻ ചെണ്ടുമല്ലി പൂക്കൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ബന്ധപ്പെടാനുള്ള കോൺടാക്റ്റ് നമ്പർ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. അവരെ വിളിക്കുക, അവരെ ലഭ്യതയനുസരിച്ച് നമുക്ക് പൂ നൽകുന്നതായിരിക്കും. വലിയ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് സ്ഥലങ്ങൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിച്ചു തരും. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ്. ഒരുപാട് പേരാണ് വൈകുന്നേരങ്ങളിൽ, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ കുട്ടികളും മറ്റേ കുടുംബങ്ങളായിട്ടും ഒക്കെ ഒരുപാട് പേരാണ് ഈ കാഴ്ച കാണാൻ, ഈ പൂപ്പാടം കാണാനായിട്ട് ഇവിടെ വരുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു കുന്നം പ്രദേശത്താണുള്ളത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ നല്ല കാറ്റും ചെറിയ മഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട്, മഴയും മഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഊട്ടിയുടെ ഫീലാണെന്നാണ് ഇവിടെ വരുന്ന കുട്ടികൾ പോലും പറയുന്നത്. അപ്പോൾ പൂക്കൾ കാണാനും പൂക്കൾ വാങ്ങാനും താല്പര്യമുള്ളവർ വരിക, കാണുക, സന്തോഷിക്കുക. പൂക്കൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങുക. എന്തായാലും ഇതിനായി ഇറങ്ങിത്തിരിച്ച, നല്ലൊരു ഉദ്യമത്തിനായി ഇറങ്ങിത്തിരിച്ച ഈ ചേച്ചിമാർക്ക് എല്ലാ ആശംസകളും നേരുന്നു. അടുത്ത വർഷം ഇവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും നടത്താൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇവർക്ക് ഓണാശംസകൾ നേരുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഹാപ്പി ഓണം.